ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സിന്റെ വേക്കൻസീസിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഓസ്ട്രേലിയയിലെ വേക്കൻസീസ് എന്തൊക്കെയാണ്? കറന്റ് സ്റ്റേറ്റസ് എന്താണ്? PR പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഡിലേ ഉണ്ടോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് വരാറുണ്ട്. കറന്റ് സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ സ്റ്റിൽ വേക്കൻസീസ് ഉണ്ട്, ബട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വേക്കൻസീസ് അവൈലബിൾ അല്ല. കൂടുതൽ വേക്കൻസീസ് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലല്ലോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് ഓസ്ട്രേലിയയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വേക്കൻസീസിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവുക, അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടി ഫാമിലി ആയിട്ട് സെറ്റിൽ ആവുക എന്നുള്ളത് പല നഴ്സസിൻ്റെയും സ്വപ്നമാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ നഴ്സസ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സായ OBA ചെയ്യാറുണ്ട്. ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഓസ്ട്രേലിയയിലെ വേക്കൻസീസ് എന്തൊക്കെയാണ്? കറന്റ് സ്റ്റേറ്റസ് എന്താണ്? PR പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഡിലേ ഉണ്ടോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് വരാറുണ്ട്. ഇതുവരെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാത്ത നഴ്സസ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഓസ്ട്രേലിയ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് ലൈസൻസ് വേണം എന്നുള്ളതാണ്. സോ നഴ്സിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. 3 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. NCLEX-RN, OSCE, ലാംഗ്വേജ് ടെസ്റ്റ്, ഇങ്ങനെ 3 സ്റ്റെപ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടുക. വൺസ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കറന്റ് സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ സ്റ്റിൽ വേക്കൻസീസ് ഉണ്ട്, ബട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വേക്കൻസീസ് അവൈലബിൾ അല്ല. കൂടുതൽ വേക്കൻസീസ് നമുക്ക് വരുന്നത് റൂറൽ ഏരിയാസിലേക്കായിരിക്കും. അതിൽ കെയർ ഹോമിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയും വരാറുണ്ട്. കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ RN ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓസ്ട്രേലിയൻ ലൈസൻസ് ഉണ്ടെങ്കിൽ, കെയർ ഹോം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റൂറൽ ഏരിയയിലാണ് കൂടുതൽ വേക്കൻസീസ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റൂറൽ ഏരിയാസിലെ വേക്കൻസീസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇപ്പോൾ സിറ്റീസിലെ മെയിൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള വേക്കൻസീസ് അവൈലബിൾ ആണ്. മെൻ്റൽ ഹെൽത്തിലെ വേക്കൻസീസ് വരാറുണ്ട്. ഏജ്ഡ് കെയറിൽ പറഞ്ഞതുപോലെ വരാറുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ കെയർ നഴ്സിൻ്റെ വേക്കൻസീസും വരാറുണ്ട്. കൂടുതലും വേക്കൻസീസ് കണ്ടുവരുന്നത് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിലാണ്. ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. കറന്റ് ജോബ് അപ്ഡേറ്റിനെ കുറിച്ച് പല നഴ്സസും ചോദിക്കാറുണ്ട്. കൂടുതലും എംപ്ലോയേഴ്സ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, റീലൊക്കേഷൻ പോസിബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലല്ലോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് ഓസ്ട്രേലിയയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പഴയ പോലെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി റിക്രൂട്ട്മെന്റ് തൽക്കാലം നടക്കുന്നില്ല. കാരണം പല ഹോസ്പിറ്റൽസും ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഇതുവരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാത്ത നഴ്സസ് ആണെങ്കിൽ, നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീക്കോ, ഇൻഡീഡോ പോലുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഓരോ എംപ്ലോയേഴ്സും അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വേക്കൻസീസ് ഒക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ജോബ് റോളും അവർ ആഡ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അഡീഷണലി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓൾറെഡി PR ഉണ്ട്, അല്ലെങ്കിൽ PR ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെയിറ്റേജ് വരുന്നത് PR ഉള്ള ആളുകൾക്കായിരിക്കും. കാരണം അങ്ങനെയുള്ള പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അത് എംപ്ലോയർക്കും ഒരു ഗുണം തന്നെയാണ്. കാരണം അവർക്ക് സ്പോൺസർഷിപ്പ് വിസ തരേണ്ടി വരുന്നില്ല, അവരുടെ എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. അഡീഷണലി കാൻഡിഡേറ്റ് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സ്പോൺസറിനെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എംപ്ലോയറുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രാക്റ്റും ഉണ്ടാവില്ല. ആ ജോബ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജോബിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് PR ഉണ്ടെങ്കിൽ. PR ഇല്ലാത്തവരാണെങ്കിൽ എംപ്ലോയറിൻ്റെ സ്പോൺസർഷിപ്പ് വിസ ആവശ്യമായിട്ട് വരും. സോ ഇതുവരെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, അവിടെ RN ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈസൻസിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല.
ജോബിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങളുടെ CV ഒന്ന് മാറ്റി നോക്കാവുന്നതാണ്. CVയുടെ ഫോമാറ്റ് മാറ്റി നോക്കുക. ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോള് വരുന്നതായിരിക്കും. പുറത്തുള്ള ക്യാൻഡിഡേറ്റ്സിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അസിസ്റ്റൻസ് നമ്മൾ എടുക്കാറില്ല. നമ്മുടെ പല ക്യാൻഡിഡേറ്റ്സിനും ഇൻ്റർവ്യൂവിൻ്റെ കോൾസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പഴയ പോലെ ഹ്യൂജ് ആയിട്ടുള്ള വേക്കൻസീസ് അവൈലബിൾ അല്ലെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽസ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കും ഓസ്ട്രേലിയൻ RN ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ബട്ട് ഓൾറെഡി ആപ്പിൾ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് PR ആണല്ലോ. സോ നിങ്ങൾ വൺസ് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രോസസ്സ് PR ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം PR ഉള്ളവർക്ക് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലാണ്, സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ. കറണ്ട് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾക്ക് സീക്ക്, ഇന്ത്യയുടെ, ജോറ തുടങ്ങിയ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും വേക്കൻസീസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. കുറേ നഴ്സസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു വേക്കൻസീസിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലോ, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് PR പ്രോസസ്സ് ഡെസ്മ ത്രൂ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലോ നമ്മളുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫുൾ പ്രോസസ്സിന് വേണ്ടി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.